നമസ്തേ. നമസ്തേ. നമസ്തേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒത്തിരി കാര്യങ്ങൾ പൊതുവെ പറയുന്നെങ്കിലും അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദ ഡിവൈൻ ഇൻ മീ സല്യൂട്ട് ദ ഡിവൈൻ ഇൻ യു. എൻ്റെ ഉള്ളിലെ ഒരു ഈശ്വരാംശം നിൻ്റെ ഉള്ളിലെ ഈശ്വരാംശത്തെ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ്. എനിക്കൊന്ന് അത്രയൊക്കെ മതിയായിരിക്കും ഈ ദിവസത്തിൻ്റെ ടേക്ക് അവേ എന്ന് പറയാനായിട്ട്. ഇനിയുള്ളതൊക്കെ സമയം കളയാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളായിട്ട് എടുത്താൽ മതി. ഇത്രയും ചെയ്ത കാര്യങ്ങൾ മതിയായിരിക്കും ഒരു കുറേ കൂടി ഇങ്ങനെ ഊഷ്മളതയോട് ബന്ധപ്പെട്ട് നിൽക്കാനാവുക എന്നുള്ളതാണ്. ഫോക്കസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാറ്. ഫോക്കസിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അല്ലേ? അത്രയും കോമൺ ആയ വാക്കാണ്. മലയാളത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് എന്ത്? ഫോക്കസ്. മക്കളൊക്കെ ഈ പുതിയ ഫോൺ ഉപയോഗിക്കുന്നതല്ലേ? വീട്ടിൽ ചെന്നിട്ടപ്പോൾ അതൊക്കെ ഈ ഫോക്കസിൻ്റെ എത്തിമോളജി ഒന്ന് തപ്പിയെടുക്കണം. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വാക്ക് ഫയർ പ്ലേസ് എന്നാണ്. നെരിപ്പോട്. നിങ്ങൾ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? മിക്കവാറും എല്ലാ വീടുകൾക്കകത്ത് എന്തുണ്ട്? ഒരു ഫയർ പ്ലേസ് ഉണ്ട്. ആദ്യകാല റോമൻ ആ ഒരു വാസ്തുവിനകത്ത് ഈ ഫയർ പ്ലേസ് ആയിരുന്നു ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനകത്തിരുന്നാണ് അതിന് ചുറ്റുമൊക്കെ ഇരുന്നിട്ടാണ് ആദ്യ മനുഷ്യനൊക്കെ തീകായാണ്ടിരിക്കുന്ന കണക്ക്, പിന്നെ കഥ പറഞ്ഞുമൊക്കെ സംസ്കൃതത്തിലായത് കണക്ക് മനുഷ്യർ ഈ ഫയർ പ്ലേസിൻ്റെ ചുറ്റും ഇരുന്നുകൊണ്ടാണ് തങ്ങളുടെ ജീവിതത്തെ ഏകാഗ്രമാക്കിയത്. അപ്പം അങ്ങനെയാണ് ഈ ഫയർ പ്ലേസിനും ഏകാഗ്രതയ്ക്ക് ഒരേ വാക്ക് വന്നെന്ത്? ഫോക്കസ്. അപ്പോൾ എന്തിലോട്ടും കുറച്ചുകൂടി ഇങ്ങനെ നെരിപ്പോടിനെ തിരിച്ചു പിടിക്കേണ്ട ഒരു കാലമാണ് അല്ലേ? ഇപ്പോൾ ക്ലാസ് മുറിലോട്ട് ഒരു വാമത്ത് കൊണ്ടുവരേണ്ട കാലമാണ്. സൗഹൃദത്തിലോട്ടൊരു വാമത്ത് കൊണ്ടുവരേണ്ട കാലമാണ്. ഈ സെഷൻ ന്യൂ ഇയർ ഒക്കെ ആണല്ലേ? അപ്പോൾ നമുക്ക് ഈ നെരിപ്പോടിനെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇപ്പോൾ പൊതുവേ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് എല്ലായിടത്തും അതിൻ്റെ നെരിപ്പോടിനെ തിരിച്ചു പിടിക്കുക. എത്രയൊക്കെ ഒന്ന് പൊതുവെ പറഞ്ഞിട്ട് ഒറ്റ കൺസെപ്റ്റ് മാത്രം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതുക. ഇവിടെ നമുക്ക് ഒത്തിരി എഴുത്തുകാരുണ്ട്. പക്ഷെ ആദ്യം തൊട്ട് ഈ പൊളിറ്റിക്കലായിട്ട് ഒരു ശരി പറയുകയും എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന 2 പേര് മാത്രമേ ഉള്ളൂ എൻ്റെ ശ്രദ്ധയിലുള്ളത്. ഒരാളുടെ പേര് ആനന്ദ് എന്നാണ്. ഇത് എഴുതിയ കാലം തൊട്ട് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് സാറാ ടീച്ചറാണ്. ടീച്ചറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം കറയെന്ന് പറഞ്ഞ പുസ്തകം ഉൾപ്പെടെ ഉള്ള എല്ലാ പുസ്തകങ്ങളും അതിൻ്റെ ആരംഭ ദശ തൊട്ട് തന്നെ എന്താണ്? പൊളിറ്റിക്കലാണ്. എനിക്ക് തോന്നുന്നു കാൽപ്പനികതയൊക്കെ ഒരു അളവുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഈ പൊളിറ്റിക്കലെന്ന് പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഓരോ ദിവസവും കുറേ കൂടി എന്ത് കിട്ടുന്നുണ്ട്? ഗ്രാവിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ നിലനിൽക്കാൻ പോകുന്നത് അങ്ങനെ ചില പുസ്തകങ്ങളായിരിക്കും. മറ്റേത് നമ്മുടെ ഒരു കാലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട. അപ്പം ആനന്ദിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ജൈവമനുഷ്യൻ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഞാൻ ആ ഒരു പദം മാത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ജൈവമനുഷ്യൻ. ക്യാമ്പസിലോട്ട് കയറുമ്പോൾ ഇങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി അല്ലേ ക്യാമ്പസ്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രീൻ ക്യാമ്പസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ക്യാമ്പസ് ഗ്രീനായിട്ട് നമ്മൾ എപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്? പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയുമ്പോഴോ കുറേ പച്ച പിടിപ്പിക്കുമ്പോഴോ ഒക്കെ മാത്രമായിട്ട് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ അതിനേക്കാൾ പ്രധാനം അതിൽ പാർക്കുന്ന മനുഷ്യരുടെ മനോഭാവത്തിൻ്റെ പേരാണെന്ത്? ഈ പറഞ്ഞ ഓർഗാനിക് എന്ന് പറഞ്ഞ സംഭവം. ഓർഗാനിക് പീപ്പിൾ. ആ അർത്ഥത്തിൽ ഞാൻ ആ പദം എടുക്കുകയാണ്, ഈ ജൈവ മനുഷ്യൻ. മക്കളൊക്കെ ഏകദേശം ഒരു നമ്മുടെ ചെറിയ മക്കളായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഏജ് വ്യത്യാസം നമുക്കിടയിലുണ്ട്. അതെന്താ എങ്ങനെയെന്നൊക്കെ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല. വെറുതെ ഒരു ദിശ പറഞ്ഞു തരാമെന്നുള്ള മാത്രം. ഓൾറെഡി മക്കൾ നടന്നിക്കുന്ന ദിശയാണ്. ഇപ്പം ഇവിടെ നിങ്ങൾ കംഫർട്ടബിൾ ആകുന്നത് പോലും എന്തുകൊണ്ടാണ്? ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞൊരു കൺസെപ്റ്റ് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അസൗകര്യങ്ങൾ ഒത്തിരി ഉണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നതിനകത്ത്? തീർച്ചയായിട്ടും അസൗകര്യങ്ങളുണ്ട്. പക്ഷേ ഈ അസൗകര്യങ്ങൾക്ക് മീതെ എന്തോ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കുരുപിടിച്ചൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വെറുതെ ആ ജൈവമനുഷ്യൻ എന്ന് പറഞ്ഞൊരു വാക്ക് മാത്രം ഒന്ന് എടുക്കുകയാണ്. എൻ്റെ മനസ്സിലൊരു ജൈവമനുഷ്യൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു അനാട്ടമി എടുക്കുകയാണെങ്കിൽ ഒന്നിങ്ങനെ ഇവിടെ തൊട്ട് ആരംഭിക്കുകയാണ്. ഒന്ന് ഈ ശിരസിൽ പോയട്രി കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. ഒത്തിരി പോയട്രി ആവശ്യമുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറിയ
പ്രായത്തിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞൊരു പ്രത്യേക സെഗ്മെൻറ്റിൻ്റെ ഫോർമേഷനാണ്. ഏതൊക്കെയോ സ്കൂളുകളിൽ നിന്ന് ഇങ്ങനെ വളരെ ബുദ്ധിയും വളരെ കൃത്യമായ ജീവിത നിലപാടും ഒക്കെ ഉള്ള മനുഷ്യർ വന്നിട്ട് ഓരോ സ്കൂളിലും വന്നിട്ട് ഈ യൂറീക്ക ക്ലാസ്സൊക്കെ ആരംഭിച്ചു. അപ്പോൾ പോലും എന്നെ ആ ചെറിയ പ്രായത്തിൽ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ് നിലയിൽ പോലും നമ്മൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ആ വാക്കിൻ്റെ ഒരു കോയിനിങ് ആണ്. എന്താണ് ശാസ്ത്ര സാഹിത്യം? രണ്ട് തമ്മിൽ നോർമലി കണക്റ്റഡ് അല്ല വാസ്തവത്തിൽ, അല്ലേ? സയൻസിനകത്ത് എന്തില്ല, സാഹിത്യം ഇല്ല. സയൻറ്റിഫിക് അല്ലേ, സയൻസിൻ്റെ നോവലുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ സാഹിത്യവും സയൻസും ഒന്നല്ല വാസ്തവത്തിൽ. പക്ഷേ ആ സയൻസിനകത്തുനിന്നൊരു ഒരു കവിത കണ്ടെത്തിയ രീതിയായിരുന്നു എന്താ, ശാസ്ത്ര സാഹിത്യം. അപ്പം എന്തിനകത്ത് ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഒരു പോയട്രി കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പാഠം. പോയട്രിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പൊതുവെ മനുഷ്യൻ്റെ ശിരസിനകത്ത് ഇങ്ങനെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഭയങ്കരമായ ആൻറ്റിസിപ്പേഷൻസ് ഉണ്ട്. അതിൻ്റെ അളവ് കുറച്ച് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ചലഞ്ച്. ഈ ശിരസിൽ ഈ ലാഭനഷ്ടങ്ങളുടെ അളവുകളില്ലാതെ കുറച്ചുകൂടി ജീവിക്കാൻ പറ്റുക. ലാഭമില്ലാത്ത കുറേ കാര്യങ്ങളിൽ മനുഷ്യൻ ഏർപ്പെട്ടത് കൊണ്ടാണ് ഈ ഭൂമി ഇത്രയും മെച്ചപ്പെട്ട ഇടമായിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോഴേക്ക് ഈ ലാഭം എന്ന് പറയുന്നത് ഒരു ഒബ്സിൻ വേർഡായിട്ട് പോലും അനുഭവപ്പെട്ടെന്നല്ല. ഇതിനകത്ത് നിന്ന് എന്താണ് ലാഭം എന്നൊരു ദിവസം ഒരാൾ തീരുമാനിക്കുന്ന ദിവസം, ചിന്തിക്കുന്ന ദിവസം അയാളൊരു ചെറിയ മനുഷ്യനാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ രാത്രിയിലും കഥകളി നടക്കുന്നൊരു ക്ഷേത്രം നമുക്കുണ്ട്. പല ക്ഷേത്രങ്ങളുണ്ടാവായിരിക്കാം. എന്നാൽ അതിലൊന്ന് തിരുവല്ലയിലെ ശ്രീവല്ലഭേശ്വര ക്ഷേത്രമാണ്. രാത്രി ഒരു 9:30 ആകുമ്പോഴേക്കും അതിൻ്റെ ചട്ടങ്ങൾ ആരംഭിക്കുന്നു. ഒരു 3:30-4 മണി വരെ ഈ കളി ഉണ്ടാവും. ഞാൻ 2 പ്രാവശ്യം അവിടെ പോയിരുന്നിട്ടുണ്ട്. ആദ്യ പ്രാവശ്യം ചെന്നപ്പോൾ 1-2 പേര് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ തവണ ചെന്നപ്പോൾ ഇങ്ങനെ കനത്ത മഴയാണ്. പക്ഷേ അവിടെ ചെല്ലുന്നതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ ഒരു സൈഡിലിങ്ങനെ ഒരു കുടയൊക്കെ പിടിച്ചിങ്ങനെ നിൽപ്പുണ്ട്. പക്ഷേ ഈ ഒരു 3-3.5 മണിക്കൂർ വരുന്ന ഈ മുഴുവൻ കാര്യങ്ങളും ഈ ഇതിലേർപ്പെടുന്ന മനുഷ്യർ ഒരു വലിയൊരു സദസ്സിനെ അഭിമുഖീകരിച്ച് ചെയ്യുന്ന അത്രയും ശ്രദ്ധയോടും ഏകാഗ്രതയോടെ ചെയ്യുന്ന, ഒന്നും തെറ്റിക്കുന്നില്ലെന്ന് മാത്രമല്ല അത്ര ഏകാഗ്രമായിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മഴയൊക്കെ ഉണ്ടായിട്ട് നമുക്കിങ്ങനെ ബോക്സിനൊക്കെ എടുത്തിരുന്നാൽ മാത്രമേ ഈ പദങ്ങൾ പോലും കേൾക്കാൻ പറ്റുന്നുള്ളൂ. എന്നിട്ട് ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇവരിങ്ങനെ ആടുന്നതിന് വേണ്ടിയായിരിക്കും. അതിന് പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് വെച്ചിരിക്കുന്നത് അവർ തൊട്ട് മുമ്പിലായിട്ടൊരു പീഠം വെച്ചിട്ടുണ്ട്. ആ പീഠത്തിന് മുകളിലായിട്ട് ഒരു ചെമ്പട്ട് പുതപ്പിച്ചിട്ടുണ്ട്. സങ്കല്പം ഇതാണ്, ഭഗവാൻ വന്നിട്ടിരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടിയല്ലാതെ ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ചില മനുഷ്യരുണ്ട്. അവരുടെ അഭിനന്ദനങ്ങൾക്ക് വേണ്ടിയോ അവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയോ അവരുടെ നല്ല വർത്തമാനങ്ങൾക്ക് വേണ്ടിയോ അല്ലാതെ ചില കാര്യങ്ങൾ ഏർപ്പെടുന്ന മനുഷ്യരുണ്ട്. എനിക്ക് വാസ്തവത്തിൽ ഇത്തരം മനുഷ്യരെല്ലായിടത്തും ഉണ്ട്. അതിങ്ങനെ കലയിൽ മാത്രമല്ല, ഒരുപക്ഷെ കലയിൽ എന്നതിനേക്കാൾ കൂടുതൽ നിത്യജീവിതത്തിലാണ് നമ്മൾ അത്തരം മനുഷ്യരെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഉപയോഗവുമില്ലെന്ന് കരുതുന്ന ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. പരിസ്ഥിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആരംഭഘട്ടങ്ങളിൽ എല്ലാ മനുഷ്യരും അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ചോദ്യം അതാണ്, എന്തിനു വേണ്ടിയാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നതെന്നൊക്കെയുള്ള. പക്ഷെ അങ്ങനെ ചില മനുഷ്യർ പുറകെ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കൂടി നിലത്തിടാനായിട്ട് ഉള്ളിൽ നിന്ന് നമുക്ക് വൈമുഖ്യം വരുന്ന വിധത്തിൽ ഒരു ബോധം ഉണ്ടായത്, ഒരു ശ്രദ്ധ ഉണ്ടായത്. അപ്പോൾ ഒന്നാമത്തെ ഇത്രയേ ഉള്ളൂ, ഈ കുറച്ചുകൂടി ഇങ്ങനെ ലാഭങ്ങളില്ലാത്ത ചില കാര്യങ്ങൾ ഏർപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. പഴയ നിയമത്തിലൊരു വാക്കുണ്ട്, നിൻ്റെ അപ്പത്തെ ഇങ്ങനെ പുഴയിലേക്ക് ഒഴുക്കിവിടുക എന്നൊരു വാക്കുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്, കൃഷി നടക്കുന്ന നാടാണ്. കൊയ്ത്ത് കഴിയുമ്പോഴേക്കും അതിനകത്തുനിന്ന് ഒരു കെട്ട് കറ്റ എടുത്തിട്ട് ഇവർ പുഴയിലേക്ക് എടുത്തിടും. അതെവിടെയോ കൂടിയൊക്കെ ഒഴുകി ഈ പറഞ്ഞ ഫലം ഉള്ള ഏതെങ്കിലുമൊക്കെ ഒരു മണ്ണിൽ തട്ടിത്തടഞ്ഞു നിന്ന് അവിടെ അതെന്ത് വേരുകളാഴ്ത്തി പതുക്കെ അത് കൊയ്ത്തായിട്ട് മാറും. അപ്പം എവിടേക്കാണ് ഒഴുകുന്ന പോലും അറിയത്തില്ല, ആരാണിതിൻ്റെ ഫലം കൊയ്യുന്ന അറിയത്തില്ല, ആരാണ് ഇതിനകത്ത് നിന്ന് അപ്പം ചൂടുന്ന അറിയത്തില്ല. എന്നിട്ടും ചില മനുഷ്യരെ ഇങ്ങനെ ഈ പറഞ്ഞ കണക്ക് നിർമ്മമതയോടുകൂടിയോ
നിരാസക്തിയോടുകൂടിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ഈ പുഴയിലേക്ക് ഒഴുക്കി വിടുക. ഒന്നതാണ് ഈ ശിരസിൽ കവിത കൊണ്ട് നടക്കുന്ന മനുഷ്യ കവിത എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ലാഭനഷ്ടങ്ങളെക്കുറിച്ച് കാര്യമായിട്ടുള്ള വ്യഗ്രത ഇല്ലാത്ത മനുഷ്യരാണ്. രണ്ടാമതായിട്ട് ഈ തുറന്നു പിടിച്ച കണ്ണെന്നുള്ള ചെഗുവേരയെക്കുറിച്ചൊക്കെ പറയുന്നത് എങ്ങനെയാണ്, ഇദ്ദേഹം ഇങ്ങനെ കൊല്ലപ്പെട്ട് കിടക്കുമ്പോഴും ഈ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിരിക്കുക എന്ന് പറയുന്നത്. മലയാളത്തിലൊരു സിനിമയിൽ എനിക്കൊന്ന് അതിനകത്തു നിന്നായിരിക്കണം ആ ഒരു ചിത്രം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് യോബിൻ്റെ പുസ്തകം, അങ്ങനെ ഒരു മൂവി ഉണ്ടായിരുന്നല്ലേ. അപ്പം അതിനകത്ത് ഇങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നൊരു വ്യക്തി കൊല ചെയ്യപ്പെട്ട് കഴിയുമ്പോഴേക്ക് ആ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിരിക്കുന്നതായിട്ട് കാണിക്കാനായിട്ട് ചിത്രം നിർമ്മിച്ചവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു തുറന്നു പിടിച്ച കണ്ണ് കുറച്ചുകൂടി ഇങ്ങനെ അവനവൻ പാർക്കുന്ന ലോകത്തെ കണ്ടാ നല്ല. അല്ലെങ്കിൽ നമ്മുടെ കാലം സൃഷ്ടിച്ചിരിക്കുന്ന നുണകളിൽ നിങ്ങൾ പെട്ടുപോകും. യേശു സാത്താനെക്കുറിച്ച് ഒരൊറ്റ വാക്ക് മാത്രമേ പറയുന്നുള്ളൂ, അവൻ നുണകളുടെ അച്ഛനാണ്. പല നുണകളും ശരിയാണെന്ന് പറയുന്ന ഒരാളാണ്, പഠിപ്പിക്കുന്ന ഒരാളുടെ പേരാണ് എന്ത്, സാത്താൻ. എനിക്കൊന്ന് ക്ലാസിക് ഡെഫിനിഷനാണ് അത്. നുണകളെ സത്യമെന്ന് പഠിപ്പിക്കുന്ന ആളുടെ പേരാണ് എന്ത്, സാത്താൻ. അപ്പോൾ ഇലക്ഷനൊക്കെ വരികയാണ്. പക്ഷെ കൊച്ചിയിലെ മെട്രോ ആണോ കൊച്ചിയുടെ വികസനം? ഓരോ മെട്രോ പില്ലറിന് താഴെയായിട്ടും രാവിലെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മെലങ്കോളിക്കാക്കുകയല്ല, പക്ഷെ ഇതിനെ പറയാതെ അങ്ങനെ പോകും. ഓരോ പില്ലറിന് താഴെയും ഒരു 10-30 പേര് ഇങ്ങനെ ഇരിപ്പുണ്ടാകും. കഴിഞ്ഞ രാത്രിയിൽ അവർ ഉറങ്ങിയിരിക്കുന്ന അവിടെയാണ്. അവരോട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും അവിടെ ഒന്നും ഇടമില്ല. ആരെങ്കിലും ജോലിക്ക് വിളിച്ചേക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു സാമൂഹിക സംഘടന വന്നിട്ട് ഇത്തിരി ഭക്ഷണം കൊടുത്തിരിക്കും. അപ്പോൾ ഈ മുകളിൽ കൂടി പോകുന്ന ട്രെയിനാണോ അല്ലെങ്കിൽ മെട്രോ ആണോ, അത് ഈ കൂനിപ്പിടിച്ചിരിക്കുന്ന മനുഷ്യരാണോ, ആരാണ് വികസനത്തെ നിശ്ചയിക്കുന്നത്? ഭൂരിപക്ഷം മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങളാണോ, കുറച്ച് മനുഷ്യരുടെ ഭേദപ്പെട്ട ജീവിതമാണ് ഏതാ വികസനം? അത് പിടുത്തം കിട്ടാനായിട്ട് സാധ്യതയില്ലാത്ത മനുഷ്യരാണ് ഇപ്പം പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കൾ ആ നുണകളിൽ പെട്ടുപോകരുത്. കുറെ കൂടി പാർക്കുന്ന ലോകത്തെ കണ്ടാൽ നല്ലതായിരിക്കും. ആ പാർക്കുന്ന ലോകം നമ്മളീ പറയുന്ന സ്ക്രീൻ സേവറൊന്നുമല്ല. പലതും ഇങ്ങനെ സ്ക്രീൻ സേവറാണ്. പക്ഷെ അതിങ്ങനെ സിസ്റ്റം ഓൺ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് കാണുന്നത് ഇതൊന്നുമല്ല. ഇപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടേണ്ട ഒരു കാര്യം ഇതാണ്. യേശു പറഞ്ഞ കണക്ക് ദരിദ്രം ഇവിടെ ഉണ്ട്. ദരിദ്രം എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവർ ഫെയ്റ്റായിട്ടല്ല, ഒരു റിമൈൻഡറായിട്ട് യേശു പറഞ്ഞൊരു വാക്കാണ് ദരിദ്രം എപ്പോഴും ഉണ്ട്. എല്ലായിടത്തും അത് വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഗാന്ധി ഇങ്ങനെ നമുക്കൊരു കാർ ഫാക്ടറി വേണമെന്നൊക്കെ പറഞ്ഞൊരു ചർച്ച നടക്കുമ്പോഴേക്കും അത് ആശയം ഇട്ടത് നെഹ്റു തന്നെയാണ്. അപ്പോൾ ഗാന്ധി പറഞ്ഞൊരു കാര്യം ഇതാണ്, ഒരു ദിവസം ഉപവസിക്കുക. നെഹ്റു വിശ്വാസിയൊന്നുമല്ല, വേണമെങ്കിൽ ആഗ്നോസ്റ്റിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ്. പക്ഷേ നെഹ്റുവിനോട് പോലും ഗാന്ധി ആവശ്യപ്പെടുന്ന ഒരു ദിവസം ഉപവസിക്കുക, എന്നിട്ട് സ്വയം തീരുമാനിക്കണം നമ്മളിപ്പോൾ ചെയ്യുന്നൊരു കാര്യം കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ദരിദ്രർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ. അങ്ങനെ ഒരു ദിവസം ഉപവാസത്തിന് ശേഷം ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞ് തൽക്കാലം നമ്മളിതിനെ ഹോൾഡ് ചെയ്യാൻ പോവുക. ഇന്ത്യയെ കണക്ക് ഇന്ത്യയുടെ വിശേഷം ആ സ്വാതന്ത്ര്യത്തിന് തൊട്ട് പിന്നാലുള്ള ഇന്ത്യക്ക് സത്യം പറഞ്ഞെന്നാൽ സൈക്കിൾ ഫാക്ടറികളായിരുന്നു എന്താ ആവശ്യം. നെഹ്റു കാർ ഫാക്ടറി തുടങ്ങിയിട്ടില്ല. അത് ആരംഭിച്ചത് കുറച്ച് കുപ്രസിദ്ധിയുള്ള അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായിരുന്നു, സഞ്ജയ് ഗാന്ധി എന്ന പേര്. അപ്പോൾ എന്തിനകത്തും ഒരു മാനദണ്ഡം ഇതാണ്, ഇതിനകത്തുനിന്ന് എനിക്ക് ചുറ്റുമുള്ള ദരിദ്രരായ മനുഷ്യർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ, അതൊരു മാനദണ്ഡം. ഇപ്പോൾ രണ്ടതാണ്, ഇങ്ങനെ കുറേ കൂടി തുറന്നു പിടിച്ച കണ്ണെന്നുള്ളത്. മൂന്നിങ്ങനെ വലിയ ചെവിയാന്ന് പറയുക. ബുദ്ധൻ്റെ പടം വരക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ആർക്ക് വേണമെങ്കിലും ബുദ്ധൻ്റെ പടം വരക്കാം. ഒരു കുഞ്ഞു വട്ടം വരക്കുക, പിന്നെ ഒരു വട്ടം നീട്ടി വരക്കുക, 2 ദീർഘമായ ചെവികൾ വരക്കുക, ബുദ്ധനായി. ഗാന്ധിയുടെ പടം വരക്കുന്ന കണക്കാണ്. ഗാന്ധി വെറുതെ ഒരു കണ്ണട വരച്ച ഗാന്ധിയായി. അപ്പം അത്രയും എളുപ്പമായി ബുദ്ധനെ വരക്കാന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഈ വലിയ ചെവി ഉണ്ടാവുമോ എവിടെയെങ്കിലും? ഉണ്ടാവത്തില്ല, സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. പക്ഷെ പൊതുവെ പറയുന്ന കാര്യം ഇതാണ്, ബുദ്ധൻ്റെ കാലം തൊട്ടുള്ള മ്യൂറൽസ് എന്താണ്,
ഈ ഭിത്തിയിലൊക്കെ വരക്കുന്ന ചുവർച്ചിത്രങ്ങളാണ്. ഓക്കെ, അപ്പം അന്ന് തൊട്ട് ഈ പടങ്ങളിൽ ബുദ്ധൻ്റെ ചെവി വലുതാണ്. അർത്ഥം എന്താണ്? ഹി വാസ് എ മാൻ ഓഫ് ലിസണിങ്. ഇപ്പോൾ ജൈവമനുഷ്യൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഇങ്ങനെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കേട്ടു തുടങ്ങിയാൽ നല്ലതായിരിക്കും. ഈ കേൾക്കുക എന്ന് പറഞ്ഞൊരു ആവശ്യം തീരെ പരിഹരിക്കപ്പെടുന്നില്ല. മക്കൾക്കിടയിലൊക്കെ ഉണ്ടാകുന്ന ചില അടുപ്പങ്ങളൊക്കെ ചിലപ്പോൾ അത്ര ഭംഗിയില്ലാത്ത അടുപ്പങ്ങളൊക്കെ ആയിട്ട് പരിണമിക്കുമ്പോൾ പോലും വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടും അതങ്ങനെ വിചാരിച്ച് ആരംഭിച്ചൊന്നുമല്ല. എൻ്റെ സ്പ്രിങ് പോയിൻ്റ് എന്തായിരുന്നു? കേൾക്കാനായിട്ടൊരാളുണ്ടായിരുന്നുള്ളതിന്. കുറച്ച് മാനിപ്പുലേറ്റീവായ മനുഷ്യർ നിങ്ങളുടെ കേൾവിയോടുള്ള അത്തരം മമതകളെ അവർക്കിണങ്ങിയ മട്ടിൽ പ്രയോജനപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ബേസിക്കായിട്ട് മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ കേൾക്കപ്പെടുക എന്ന് പറഞ്ഞൊരു സംഭവം. വിശേഷിച്ചും പെൺകുട്ടികളും സ്ത്രീകൾക്കുമൊക്കെ അതൊരു നീഡായിട്ടാണ് മനഃശാസ്ത്രമൊക്കെ പറയുന്നത്. സ്പീക്ക് ടു ഹെർ എന്നൊക്കെ പറഞ്ഞ് ചില മൂവിയൊക്കെ കണ്ടിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ഉള്ള. അപ്പം മൂന്നതാണ് കുറച്ചുകൂടി കേൾക്കുക എന്നുള്ള ലിസൺ. ജപ്പാനിൽ ഈ കോവിഡ് സമയത്തെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്ന ഒരുത്തിന് ഒരു ബുദ്ധി വന്നു. അപ്പം പത്രത്തിൽ പരസ്യം കൊടുത്തു, ഞാൻ വളരെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് 1 മണിക്കൂറൊന്ന് വെറുതെ ഇരിക്കാമെന്ന് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കാമെന്ന് പറഞ്ഞു. ഇത്തിരി കാശും വെച്ചു അവൻ. ഏതാണ്ട് 2028 വരെ അവൻ ബുക്കാണ് 1 മണിക്കൂർ വെച്ച് കേൾക്കാനായിട്ട്. കൊച്ചു കളിയല്ലത്. അതിനകത്തൊരു ഫലിതവും ഇല്ല. എന്നിട്ട് അവൻ്റെ ഈ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ക്രോഡീകരിച്ച് പലയിടങ്ങളായിട്ട് പറയുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഈ മനുഷ്യരുടെ ആവശ്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഒരാളുടെ ആവശ്യം കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിരെ ഇരിക്കുക എന്നുള്ളതാണ്. വേറെ ആളുടെ ആവശ്യം എന്ന് പറയുന്നത് അയാൾ ട്രെയിൻ കയറി അവധിക്ക് ശേഷം വീട്ടിൽ നിന്ന് പോകുമ്പോഴേക്കും അയാൾക്കിങ്ങനെ ഒന്ന് കൈകാട്ടുക എന്നുള്ളതാണ്. എനിക്ക് വളരെ സെൻറ്റിമെൻ്റലായൊരു സ്റ്റേറ്റ്മെൻ്റായിട്ട് ഇത് തോന്നും. പക്ഷേ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ മനുഷ്യനെന്ന് പറഞ്ഞൊരു പടപ്പ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പം മൂന്നതാണ് ലിസൺ. എനിക്കൊക്കെ ഒരു ക്വാളിറ്റി ആയിട്ട് എൻ്റെ സഹപാഠികളോ അധ്യാപകരൊക്കെ പിന്നീട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നൊരു കാര്യം ഇങ്ങനെ ലിസൺ ചെയ്യാൻ പറ്റുന്നുള്ള. അപ്പോഴെനിക്ക് മനസ്സിലായത് ഈ ലിസണിങ് എന്ന് പറയുന്നതും എന്താ പറയുന്നത് ഒരു ടാലന്താണ്, ഒരു ആർട്ടാണ്. അല്ലെങ്കിൽ വിശേഷിച്ചൊന്നും നമുക്ക് നമ്മളെക്കുറിച്ചൊരു കാര്യവും ഭേദപ്പെട്ടായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. ലിസണർ എന്ന് പറഞ്ഞൊരു സംഭവമാണ് എന്താ മൂന്നാമത്തത്. പിന്നെ ഇങ്ങനെ നേരെ പിടിച്ചൊരു നട്ടല്ലേ, കുറച്ചുകൂടി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ള. മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എന്താണ്? മനുഷ്യൻ നേരെ നിന്നുള്ള ഹോമോ ഇറക്ടസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്തുണ്ടായത്? ഹോമോ സാപ്പിയൻ ഉണ്ടായത്. എന്താ കാര്യം? ഈ നേരെ നിൽക്കുന്ന മനുഷ്യന് മാത്രമേ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. കുനിഞ്ഞുപോയ മനുഷ്യന് ചിന്തിക്കാനുള്ള സാവകാശമോ കാഴ്ചയോ ഉണ്ടാവുന്നില്ല. പെൺകുട്ടികൾ കൂടുതൽ പേരുണ്ട്, അവർക്ക് തുല്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരോടൊക്കെ അനുഭാവവും സൗഹൃദമൊക്കെ പുലർത്തുന്ന ആൺകുട്ടികളുണ്ട്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പുലർത്തേണ്ട ഏറ്റവും വലിയ സംഭവം എന്താണ്? നട്ടെല്ലാം നേരെയാക്കി ജീവിക്കുക എന്നുള്ളതാണ്. പലതിനോടും അരുതെന്നോ അതേന്നോ നോയെന്നൊക്കെ പറയാനായിട്ടുള്ള വൈകിയ നേരമായത്. ഇത് മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായൊരു പദമാണ് എന്ത്? നോ. ഒരു സ്ട്രോങ് ഒരു നോയുണ്ട്. ഓരോ സെക്കൻഡും അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഗ്രാവിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചെറിയ മയക്കുമരുന്നുകളെക്കുറിച്ചൊക്കെ നമ്മളും കുറച്ച് ബോധവാന്മാരാകുന്നുണ്ട്. അതിൻ്റെ അവൈലബിലിറ്റി വളരെ ശക്തമാണ്. യേശുവിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചു കേട്ടിട്ടില്ലേ? യേശു മരിച്ചു കഴിയുമ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: അവൻ്റെ നെഞ്ച് പിളർന്നിരുന്നു, എല്ലുകളൊന്നും തകർത്തില്ല. അതൊരു മെറ്റഫർ എന്ന നിലയിൽ എടുക്കുകയാണെങ്കിൽ വളരെ പ്രത്യേകതയുള്ളൊരു കോമ്പിനേഷനാണ്. കാരണം ഈ കോമ്പിനേഷൻ പലപ്പോഴും സംഭവിക്കാറില്ല. ചിലർ ഹൃദയം പിളർന്നാണ്, വളരെ സെൻസിറ്റീവാണ്. പക്ഷേ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യില്ല, പലതിനോടും അരുതെന്നോ അകലെന്നോ പറയാനുള്ള ധൈര്യമൊന്നുമില്ല. അവരെല്ലാത്തിനോടും എന്ത് ചെയ്യുന്നുണ്ട്? ലിനിയൻസ് ബെൻഡ് ചെയ്യുന്നുണ്ട്. വേറെ ചിലർ വളരെ സ്ട്രോങ് ആണ്, അപ്പോൾ അവരുടെ ഹൃദയം സ്റ്റിച്ചിട്ട് വെച്ചിട്ടിരിക്കും. ചെറിയ മക്കളെന്ന നിലയിൽ
യേശുവിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും രൂപകം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പിളർന്ന നെഞ്ചും ഈ പറഞ്ഞ തകരാത്ത നട്ടെല്ലും. അവസാനമായിട്ട് ജൈവമനുഷ്യനായിട്ട് ബന്ധപ്പെട്ടൊരു 10-12 കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും പ്രകാശമുള്ള മക്കൾക്ക് വെറുതെ സൂചന മാത്രം നൽകി അവസാനിപ്പിക്കാൻ നേരത്ത് 5 ഇങ്ങനെ ഈ വിണ്ടുകീറിയ കാൽപാദങ്ങളെന്നാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ കൺഫൈൻഡ് ആകുക എന്നുള്ള. നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകും ചിലപ്പോൾ വീൽ ചെയറിലൊക്കെ വരുന്ന മക്കളും, അല്ലെങ്കിൽ പല കാലങ്ങളും കിടക്കപ്പെട്ട് പോയ മനുഷ്യരും. ലോകത്തെ ഏറ്റവും വലിയ ദുഃഖമാണ് ഈ ചലനമില്ലാതെ പോകുക എന്നുള്ളത്. നെരുതെ പറയുന്ന കണക്കാണ്. ലോകത്തെ ഏറ്റവും സങ്കടമുള്ള കാഴ്ച എന്ന് പറയുന്നത് മഴയത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനാണെന്നാണ് പറയുന്നത്. മഴയത്തൊരു ട്രെയിനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം, അതെ, വെള്ളമൊക്കെ ചെതറി. എനിക്കത് ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നിശ്ചലമായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിരന്തരം ഇങ്ങനെ സഞ്ചരിക്കുന്നു പറയുമ്പോൾ ഇങ്ങനെ കാൽപാദം കൊണ്ട് തന്നെയല്ല, മനസ്സുകൊണ്ടുള്ള സഞ്ചാരം. മനസ്സുകൊണ്ടുള്ള സഞ്ചാരത്തേക്ക് നമ്മൾ വിളിക്കുന്ന വാക്ക് വായന എന്നൊക്കെ. ആരുടെയൊക്കെയോ നടന്നുപോയ വഴികളിലൂടെ നിങ്ങൾക്കൊരു കാഴ്ച കിട്ടുന്ന വിളിക്കുന്ന വാക്കാണ് എന്ത്? വായന എന്ന് പറയുന്നത്. സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ജപ്പാനിൽ എന്നുള്ള ഹൈക്കുണ്ട്. ഒരാളെക്കുറിച്ച്, രാജാവിനെക്കുറിച്ച് ഒരാൾ എഴുതുന്നത് ഇങ്ങനെയാണ്: നിൻ്റെ ഉടുപ്പിലെ ചെള്ള് കാണിച്ചത്, എന്നിട്ട് നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാം. പഴയ കാലത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന മനുഷ്യരുടെ ഉടുപ്പിലൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഓരോ ചെള്ളും അത് കണക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുക എന്ന് പറഞ്ഞ സംഭവം കിടപ്പുണ്ട്. മനസ്സുകൊണ്ട് സഞ്ചരിക്കണം. ഈ സഞ്ചാരം കുറവുള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഇത്രയും ചുരുങ്ങിയ മനുഷ്യരായിട്ട് ജീവിക്കുന്നത്. അപ്പാരൻ്റ്ലി വളരെ ഡെവലപ്ഡായിട്ട് സൊസൈറ്റി ആയിട്ടൊക്കെ നമ്മൾ മലയാള സമൂഹത്തെ കണ്ടാൽ പോലും നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇത്രയും ചുരുങ്ങിയ മനോഭാവങ്ങളുള്ള മനുഷ്യർ ലോകത്ത് അധികമൊന്നുമില്ല. അതിന് കാരണം എന്തായിരുന്നു? ഇതിന് സഞ്ചാരങ്ങൾ വളരെ കുറവായിരുന്നു. ഇതിൻ്റെ സഞ്ചാരങ്ങളാവട്ടെ, ആപ്പാടുള്ള സഞ്ചാരം എന്ന് പറയുന്നത് ജോലി തേടിയുള്ള സഞ്ചാരങ്ങൾ മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്കുള്ള സഞ്ചാരങ്ങളൊന്നും അതിൻ്റെ ബോധത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഒരു 5 എലമെൻസാണ് ഈ ജൈവമനുഷ്യനെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. ഒന്നിങ്ങനെ ശിരസിൽ കവിത കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ലാഭമില്ലാത്ത ചില കാര്യങ്ങൾക്കകത്ത് മനുഷ്യർ ഏർപ്പെടണം. ഇത് പർപ്പസ് ഓഫ് ലൈഫിനെ കുറിച്ചൊക്കെ ബോധം ഉണ്ടാക്കിയ നല്ലതായിരിക്കും. എന്താ ഈ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? നിങ്ങൾ കടന്നുപോയതിന് ശേഷം നിങ്ങൾ പാർത്തിടങ്ങളും നിങ്ങൾ ചേർത്ത് പിടിച്ച മനുഷ്യരും നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഭേദപ്പെട്ട ഇടങ്ങൾ മനുഷ്യരാണ്. അല്ലേ? ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ കടന്നുപോയി കഴിയുമ്പോൾ നിങ്ങൾ പാർത്തിടങ്ങളും നിങ്ങൾ ചേർത്ത് പിടിച്ച മനുഷ്യർ നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഭേദപ്പെട്ട ഇടവും മനുഷ്യരാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചു കേട്ടിട്ടില്ല. 2 പ്രാവശ്യം ഈ മനുഷ്യൻ തടവിലായിരുന്നു. 2 പ്രാവശ്യം തടവിലായിരിക്കുമ്പോഴും ഈ മനുഷ്യൻ ഇയാളുടെ കൈവശം കരുതിയത് റോസാപ്പൂക്കളുടെ കമ്പായിരുന്നു. എന്നിട്ട് അതിങ്ങനെ ജയിൽ വളപ്പിലൊക്കെ നട്ടുപിടിപ്പിച്ചു. ജയിൽ വളപ്പിൽ ഈ പനിനീർപ്പൂക്കൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയത് ബന്ധുവീടൊന്നും അല്ലല്ലോ. അപ്പോൾ എത്ര മോശപ്പെട്ട സാഹചര്യങ്ങളിലായിരിക്കുമ്പോഴും, എത്ര അഡ്വേഴ്സായിട്ടുള്ള കോണ്ടസ്റ്റുകളിലായിരിക്കുമ്പോഴും ആ ഇടം കുറേ കൂടി മെച്ചപ്പെടുത്താനായിട്ട് പറ്റുന്ന ധൈര്യത്തിൻ്റെ പേരാണെന്ത്? ഈ പർപ്പസ് ഓഫ് ലൈഫ്. ഒരു പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ടാക്കിയെടുത്താന്നല്ല, അത് ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാക്കും. 2, ഈ പറഞ്ഞ കണക്ക് തുറന്നു പിടിച്ച കണ്ണ്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്നൊക്കെ വെക്കാൻ തോന്നും. നമുക്ക് ഊഹിക്കാവുന്ന കണക്ക് നല്ലതുപോലെ നിങ്ങളുടെ പേരൻസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർ നമ്മുടെ ചില കാര്യങ്ങൾക്കകത്തൊക്കെ. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അവർക്കൊരു ഇമോഷണൽ റിലീഫ് കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇങ്ങനെ കുറെ കൂടി ശ്രദ്ധ ഉള്ളവരാവുക എന്നുള്ള, കുറെ കൂടി ലിസൺ ചെയ്യുക. ഭയങ്കരമായ പ്യൂരിഫിക്കേഷൻ തരുന്ന ഒരു സംഭവത്തിൻ്റെ പേരാണ് എന്ത്? ലിസണിങ്. 4മതായിട്ട് ഇങ്ങനെ നേരെ പിടിച്ച നട്ടല്. പ്രാർത്ഥിക്കുമ്പോൾ പോലും ഇങ്ങനെ നേരെ നിന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ആചാരം നമുക്കുണ്ട്. അയ്യാവ് സ്വാമികൾ എന്ന് പറഞ്ഞൊരു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, നവോത്ഥാനത്തിനകത്തൊക്കെ പെട്ട ഒരാളാണ്. പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴേക്കും സാധാരണ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രീകോവിലായാലും പള്ളിയിലായാലും ഒക്കെ മനുഷ്യരിങ്ങനെ പരമാവധി നിലത്ത് കിടന്ന് കൂനി പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയും, അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും തലപ്പാവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നേരെ നിൽക്കണം എന്ന് പറയും. എന്നിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈശ്വരൻ്റെ മുമ്പിലെങ്കിൽ നമുക്ക് നേരെ നിൽക്കേണ്ടതായിരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം നമ്മൾ എന്താക്കി മാറ്റി? ചെറിയ മനുഷ്യരാക്കി മാറ്റി. അപ്പോൾ അതതിൻ്റെ ഒരു 4മത്തെ 5 ഇങ്ങനെ വിണ്ട് കീറിയ കാൽപാദങ്ങൾ. ഇതെല്ലാം കൂടി ചേർത്തിട്ട്
ഈ 5 കാര്യങ്ങൾ വെറുതെ ഇട്ടിട്ട് കുട്ടിക്കാലത്ത് നിങ്ങൾ കളിക്കുന്ന കളിയില്ലേ, എന്താ പറയുന്നത്, കണക്റ്റിംഗ് ദ ഡോട്ട്സ്, അങ്ങനെ ഇതെല്ലാം ഒന്ന് ബോർഡിൽ എഴുതിയിട്ട് ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മുട്ടിച്ചെടുക്കുകയാണെങ്കിൽ ആ ബോഡി തെളിയുന്ന രൂപത്തിൻ്റെ പേരാണെന്ത്? ജൈവ മനുഷ്യൻ. ഇതൊന്ന് ഇത്രയും ഒരു സൂചന മാത്രം മക്കളോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്മുടെ സംഭാഷണത്തിനിടയിൽ നിന്ന് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. എനിക്ക് 1 മിനിറ്റ് കൂടെ നിങ്ങൾ സമയം മെഡിറ്റേഷൻ തരണം. വെറുതെ ആ 5 കാര്യങ്ങളൊന്ന് വെറുതെ ഓർത്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇങ്ങനെ കുറേ കൂടി ഇങ്ങനെ ഓർഗാനിക്കായിട്ട് ജീവിക്കാനായിട്ട് എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊന്ന് ഓർക്കുക. താങ്ക് യു. അല്ലെങ്കിൽ ഒരാൾക്ക് അത് 5 കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ കൊടുക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ആയതുകൊണ്ടൊന്നുമല്ല, ജസ്റ്റ് ടു ചെക്ക് അവർ മെമ്മറി ടു ഹെൽപ്പ് അതേഴ്സ് എന്നുള്ളതിൽ ഒരാൾക്കൊന്നും എൻ്റെ വാക്ക് ഉപയോഗിക്കണമെന്ന് പോലുമില്ല. ഇരുന്നിട്ട് പറഞ്ഞു നമ്മളെ കുറച്ചുകൂടി സാഹിത്യം, പോയട്രി, ലിറ്ററേച്ചർ നടത്തിലല്ല, എന്തിനൊരു പോയട്രി ഉണ്ട് നമ്മൾ പറയാല്ലേ. ഇപ്പോൾ ഒരു ഭക്ഷണം വിളമ്പുമ്പോൾ പോലും അതിനകത്ത് എന്തുണ്ട്? ഒരു പോയട്രി ഉണ്ട് അല്ലേ. വിശേഷം ചെറിയ മക്കളൊക്കെ റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെ ഒരു കുഞ്ഞൊരു വാഴയിലൊക്കെ ഇട്ടിട്ട് അതിന് പുറത്ത് 2 ഇഡലി വെച്ച് തരിക എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇതിനകത്തൊരു പോയട്രി ഉണ്ട് വാസ്തവത്തിലല്ലേ. അപ്പോൾ ഇതിന് എസ്തറ്റിക്സിന് വിളിക്കുന്ന വാക്കാണ് എന്താ? പോയട്രി കേട്ടോ. ഓക്കെ, വിശേഷം പ്രധാനപ്പെട്ട സംഭവമാണ്. വെറുതെ പുഴയിലേക്ക് നിൻ്റെ അപ്പത്തെ എറിഞ്ഞു കളയാന്ന് പറഞ്ഞ സംഭവം കേട്ടോ. അത് എല്ലായിടത്തും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമതായിട്ട് തുറന്നു പിടിച്ച കണ്ണ്. നമ്മളെല്ലാ കാര്യവും അത് നുണകളുടെ ലോകത്ത് ജീവിക്കാതെ സത്യം പിടിച്ചറിയാൻ ശ്രമിക്കും. അതെ മോളെ, വേണ്ട സാർ. മൂന്നാമതായിട്ട് ബി ലിസണർ, എല്ലാ കാര്യങ്ങളും കേൾക്കാൻ ശ്രമിക്കും. 4ാമത് നിവർന്ന് നിൽക്കുന്ന നട്ടല്, എല്ലാ കാര്യങ്ങളിലും നമുക്കായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടായിരിക്കുക. 5ാമത് പാതകൾ, വിണ്ടു കയറിയ പാതകൾ, അത് ബേസിൽ സഞ്ചരിക്കുക, മനസ്സുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും സഞ്ചരിക്കാൻ ശ്രമിക്കും. താങ്ക് യു മോളെ. എന്താ നിങ്ങളുടെ പേരെന്താ? താങ്ക് യു, എലിസബത്ത്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുക. എന്നാലും ഒത്തിരി നന്മകളുള്ള മനുഷ്യർ, എല്ലാവരിലും നന്മയുണ്ട്. അപ്പോൾ ഈ അപരിചിത്ത്, ഇപ്പോൾ അച്ഛൻ ജൈവ മനുഷ്യൻ്റെ കീ പോയിന്റ്സ് പോലെ അച്ഛൻ 5 പോയിന്റ്സ് പറഞ്ഞു. അപ്പോൾ ഈ അപരിചിതത്വത്തിൻ്റെ ആത്മീയതയിലേക്ക് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും. അപ്പോൾ അങ്ങനെ വളരുവാൻ പറ്റിയ വിധത്തിൽ കീ പോയിന്റ്സ് ആയിട്ട് അച്ഛൻ. ഞങ്ങളൊരു ബസ് യാത്രയിലാണ്. ഒരു ചെറിയ യാത്രയൊക്കെ ചിലപ്പോൾ മിണ്ടേണ്ട കാര്യം വരത്തില്ല. ഒരു ലോങ് ജേണി ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറലി ചോദിക്കുക എവിടെയാണ്, എന്താണ് എന്ന് പറയുന്ന സംഭവമില്ലേ. ഈ ഇറങ്ങുന്ന എങ്ങനെ ആയിട്ടായിരിക്കും നമ്മൾ പരിചയമുള്ളവരായിട്ട് മാറുക. അപ്പോൾ എപ്പോഴും ഇത് ഫിസിക്കലായിട്ട് ഇൻട്രാക്ഷൻ തന്നെ വേണമെന്നില്ല. വായന കൊണ്ട് ഇപ്പോൾ പല കമ്മ്യൂണിറ്റികളെ കുറിച്ച് നമുക്കറിയത്തില്ല അല്ലേ. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഒരു ക്രിസ്ത്യൻ ഹിന്ദു റിലിജനിൽപ്പെട്ട ഒരാൾക്ക് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? ഇസ്ലാമിൻ്റെ ഇല്ല. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന ഒരെണ്ണത്തിന് ഭയങ്കര ആഘോഷവും മറ്റൊരാഘോഷം കുറവാണെന്നാണ് വിചാരിക്കുന്നത്. ആണോ? അല്ലല്ലോ, അല്ല. ഓക്കെ, ഈ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എപ്പോഴാണ് നിങ്ങൾക്ക് പിടുത്തം കിട്ടാമെന്നറിയാമോ? ഒരു ക്രിസ്മസ് രാത്രിയിൽ വന്നിട്ട് നിങ്ങൾ അടുത്ത വീട്ടിലെ പെൺകുട്ടി വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ദുഃഖവെള്ളിയാണെന്ന് ചോദിക്കുമ്പോൾ പിടുത്തം കിട്ടും. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ദുഃഖവെള്ളിയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ പിടുത്തം കിട്ടും.
അപ്പോൾ ഈ ഒരുമിച്ച് പാർക്കുമ്പോൾ അല്ലേ എന്താണ് ഓരോരുത്തരുടെ ബിലീഫ് സിസ്റ്റം എന്ന് മനസ്സിലാക്കാൻ പറ്റുക, സ്വാഭാവികമായിട്ട് അതിനകത്ത് നിന്നുണ്ടാകുന്ന ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചൊരു ആദരവുണ്ടാവുക, ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്സാണ് ഇപ്പോൾ വേണ്ടത് മനുഷ്യൻ വെച്ചിരിക്കുന്നത്. ഈ നാട് രക്ഷപ്പെട്ടിട്ടുള്ളത്, കേരളം കണക്കുള്ള നാട് രക്ഷപ്പെട്ടിരിക്കുന്നത് ഗൾഫ് കൊണ്ടാണ്. സംശയം വല്ലതും ഉണ്ടോ? കാരണം ഈ കൃഷിയില്ല, ഫാക്ടറികളില്ല. വാസ്തവത്തിൽ ഇതിനെ മുഴുവൻ ഒരു സോഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കാലഘട്ടം വരെ ഗൾഫായിരുന്നു. യൂറോപ്പ് അടുത്ത കാലത്തുണ്ടായ സംഭവമല്ലേ. ഇത്രയും കാലം ഗൾഫിൽ ജീവിച്ചിട്ട് അവരുടെ ഭക്ഷണം കഴിക്കുന്നില്ല, അവിടെ നിന്ന് ഒരു അറബി വാക്ക് പോലും പഠിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് പ്രശ്നങ്ങളില്ലേ? അല്ല, ഉണ്ട്. എന്താ ഭക്ഷണം ചോദിച്ചാൽ അറിയത്തില്ല. വല്ലപ്പോഴൊക്കെ റിട്രീറ്റിനൊക്കെ പോകുമ്പോഴേക്കും എന്നെയൊക്കെ വിളിച്ചുകൊണ്ട് കുറേ ദൂരത്തൊക്കെ കൊണ്ടുപോയിട്ട് വളരെ ആഘോഷമായിട്ട് എന്നിട്ട് പറയും നാട്ടിൽ കിട്ടുന്ന കഞ്ഞിയാണെന്ന് പറയും. നാട്ടിൽ കിട്ടുന്ന കഞ്ഞി ആർക്ക് വേണം അല്ലേ? നമുക്ക് ഇവിടുത്തെ ഭക്ഷണം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട് അല്ലേ എന്ന് പറയുന്ന കണക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്റ്റീവ് ആകാവുന്ന കാര്യങ്ങൾ പോലും അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് അവരുടെ ഫുഡ് സിസ്റ്റം? അതിൻ്റെ ഫുഡെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് എന്താ ഫുഡ്. ഞാനിത് മനസ്സിലാക്കാൻ കാര്യം ചെന്നാൽ എൻ്റെ അമ്മ കിഴക്കൻ ഒരു ദേശത്തു നിന്നാണ്, ഞാൻ കടപ്പുറത്ത് നിന്നുള്ള ഒരാളാണ്. അമ്മയുടെ വീട്ടിൽ വെക്കുന്ന ഒരു കറിയും ഒരു പലഹാരം അമ്മ ഞങ്ങളുടെ ഈ പടിഞ്ഞാറൻ നാട്ടിൽ വെക്കാറില്ല. വെച്ചിട്ടുണ്ടായി ഏതൊരു കാലഘട്ടത്തിനകത്ത്. കാരണം അമ്മയുടെ വീട്ടിലൊക്കെ അവർ നല്ല പാലപ്പം ഉണ്ടാക്കുമായിരുന്നു. ഈ ഫ്രില്ലൊക്കെ ഇട്ട വലിയ പാലപ്പം ഉണ്ടാക്കുന്നത്. ആ പാലപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ കണ്ടിട്ടേ ഇല്ല. എന്താ കാര്യം? അത്രയും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന അടുക്കളകളല്ല ഇവിടെ ഉള്ളത് പടിഞ്ഞാറുള്ള ഇടങ്ങളിൽ. ഈ പാലപ്പത്തിനൊക്കെ ഭയങ്കര സമയം ആവശ്യമുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കലക്കി എന്ത് ചെയ്യുന്നുണ്ട്, വേഗം ചുട്ടെടുത്ത് തരാമെന്ന് പറഞ്ഞൊരു രീതി മാത്രമേ ഉള്ളൂ. ഒരു മീൻകറി പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ വെക്കുന്ന മീൻകറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. വെറുതെ മീൻ മുറിച്ച് വെള്ളം തിളപ്പിച്ച് അതിനകത്തൊട്ട് ഇത്തിരി മുളക് പൊടിയും ഉള്ളിയും കൂടി ചാച്ചിടുമ്പോഴേക്കും ഞങ്ങളുടെ കറിയായി. പക്ഷേ ആ കറി കിഴക്കോട്ട് മാറുമ്പോൾ കിട്ടത്തില്ല. എന്താ കാര്യം? എന്താണ്? അവർ കുറച്ചുകൂടി സൗകര്യമുള്ള അടുക്കള ഉണ്ട്. സൗകര്യം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടുക്കളകളുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഒരു ഫുഡിനകത്ത് പോലും എന്തുണ്ട്, ആ ദേശത്തിൻ്റെ കൾച്ചറുണ്ട്. ഫുഡിനകത്ത് ജാതിയുണ്ട്. പറയുമ്പോൾ വിഷമം വിചാരിച്ചാലും ഫുഡിനകത്ത് ജാതിയുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. അങ്ങനെ വെറുതെ അറിവിനെ വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ പറഞ്ഞ അപരിചിതത്തെ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു വഴിയില്ല, ക്രോസ് കട്ട് ഒന്നുമില്ല. അപകടകരമായ ഒരു വികാരമാണ് സ്നേഹം എന്നുള്ളത്. അതായത് മരണം കാത്തു കിടക്കുന്ന ഒരു യുവതി ഒരു ഇല അവശേഷിക്കുന്നത് നോക്കി തൻ്റെ മരണം ദീർഘിപ്പിക്കുന്ന ഒരു കഥ, ആ ഇല അവിടെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു യുവാവിൻ്റെ കഥ. അപ്പം ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നു. അപ്പം അച്ഛൻ ഈ പറഞ്ഞ സ്നേഹമാണ് ഏറ്റവും അപകടകരമായ വികാരം എന്നുള്ളത് സത്യത്തിൽ ഇന്നത്തെ തലമുറ വേറൊരു രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നിർവികാരതയാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വികാരം. അല്ലെങ്കിൽ അച്ഛൻ തൊട്ടും പറഞ്ഞൊരു നിർമ്മമത, അല്ലെങ്കിൽ ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു മന്ദോഷ്ണത, അവന് തീയുമില്ല അല്ലെങ്കിൽ ചൂടുമില്ല തണുപ്പുമില്ല എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വൈബ് സെറ്റാവാത്തവരുടെ കൂടെ ജോയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതിനെയൊക്കെ എങ്ങനെ മറികടക്കാമെന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ നിർവികാരത അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയും നിർവികാരതയും എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ്. അപ്പോൾ ഈ നിർമ്മിത ബുദ്ധിയുടെ ഇടയിൽ എങ്ങനെ ഒരു ജൈവ മനുഷ്യനാവും, അല്ലെങ്കിൽ നിർമ്മമതയുടെ ഇടയ്ക്ക് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാനാവും? തോന്നുന്നത് അത്ര ഒരു നിർവികാരം സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലേ, ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിങ്ങനെ പരീക്ഷ കിട്ടുന്ന മാർക്ക് മാത്രമായിരുന്നു ഒരാൾ ഇൻ്റലിജൻസിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഘടകം. ഇപ്പോൾ പല സ്കൂളിലും പലതാ പറയുന്നത്. ചിലർ 7 ലെവൽ പറയുന്നുണ്ട്, ചിലർ 12 ലെവൽ പറയുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഏറ്റവും മുകളിൽ കിടക്കുന്ന ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് ഇമോഷണൽ ഇൻ്റലിജൻസാണ് അല്ലേ. നിങ്ങൾക്ക് ഈ ക്ലാസ് ബോറടിക്കും തോന്നുമ്പോൾ നിർത്താൻ പറ്റുന്ന ബുദ്ധിയുടെ പേരാണ് എന്ത്? ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലേ. അതെന്ത് ഒരു കാര്യത്തിനകത്ത് ഒരാൾക്ക് സ്ട്രെസ്സ് വരുമ്പോഴേക്കും ഒരു ടോക്ക് അവസാനിപ്പിക്കുക, സംഭാഷണം അവസാനിപ്പിക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കൂട്ടുകാരെ രക്ഷിച്ചെടുക്കുക, ഇതൊക്കെ വിളിക്കുന്ന വാക്കാണ് എന്ത്? ഇമോഷണൽ ഇൻ്റലിജൻസ്. അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത് അത് മുൻതലമുറയേക്കാൾ കൂടുതൽ ആർക്കുണ്ട്? ഈ കറൻറ്റ് ജനറേഷനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിർവികാരത എന്ന് പറഞ്ഞൊരു സംഭവത്തോട് ഞാൻ ഇങ്ങനെ കണക്ട് ആവുന്നില്ല സാർ പറയുമ്പോൾ പോലും. അതൊരു പൊതുവെ നമ്മൾ പറയുന്നൊരു മീൻ വേൾഡ് സിൻഡ്രോം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മീൻ വേൾഡ് സിൻഡ്രോം അതിങ്ങനെ കാരണവന്മാരായിട്ട് കൈമാറുന്ന സംഭവമാണ്. ഓരോ തലമുറയും പറയുന്നത് എന്താണ്? അടുത്ത തലമുറക്ക് കുറേ കുഴപ്പങ്ങളുണ്ടെന്ന് പറയുന്ന സംഭവമുണ്ട്. അല്പം പോലും റിയലിസ്റ്റിക് അല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ മീൻ വേൾഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. നമ്മുടെ ചെറിയ പരിചയം കൊണ്ട് നമുക്കറിയാം തൊട്ടുമുമ്പത്തെ തലമുറയേക്കാൾ ഭേദപ്പെട്ട തലമുറയാണ് അടുത്ത തലമുറ. ഒരു കൊച്ചു ഉദാഹരണത്തിനായിട്ട്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ബോഡി ഷേവിങ് നടത്താറുണ്ടോ? നോർമലി ഇല്ല. ഉണ്ടോ? അധ്യാപന നിലയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?
ക്ലാസ്സിൽ കുട്ടികൾ അതൊരുപാട് കുറഞ്ഞിട്ടുണ്ട്. വളരെ അളവിൽ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കാലത്തൊക്കെ ആണെങ്കിൽ അത് പറഞ്ഞാൽ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള വലിപ്പം കിട്ടുമ്പോൾ ഇത് നല്ല തലമുറയാണോ മോശം തലമുറയാണോ? വെറുതെ ചോറ് വെന്തെന്നറിയാനായിട്ട് ഇപ്പോൾ ഒരു അരി എടുത്ത് നോക്കിയാൽ മതി അല്ലേ, വെന്താണെന്നറിയാൻ വേണ്ടി എന്ന് പറയുന്ന കണക്ക് മക്കൾ യങ്ങായതുകൊണ്ട് മക്കളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഇതാണ് ഞാൻ എവിടെയും പറയാനോണ്ടിരിക്കുന്ന സംഭവം. എന്താണ് ബൈബിളൊക്കെ പറയുന്ന കണക്ക് വരുന്നവരെ ചെരുപ്പഴിക്കാൻ നമുക്ക് യോഗ്യതയില്ല. ഈ കുഞ്ഞുങ്ങളുടെ വൈകാരിക ബുദ്ധിയുടെ അളവ് വെച്ച് നോക്കുമ്പോൾ അതിന് ചെരുപ്പഴിക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു തലമുറയാണ് ഞങ്ങളുടെ തലമുറ. എന്തുമാത്രം പരിഹാസങ്ങളായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത് ഒരു സിനിമ വന്നു, കാതൽ എന്നൊരു സിനിമ വന്നു. ഓക്കെ, ഈ കാതൽ എന്ന് പറഞ്ഞൊരു സിനിമയുടെയൊക്കെ തന്നെ ഒരു ലൂസ് വേർഷൻസ് എന്തുമാത്രം മലയാളത്തിൽ വന്നത്, അതെല്ലാം പരിഹാസമല്ലായിരുന്ന അല്ലേ, ഇൻക്ലൂഡിങ് ചാന്ത് പൊട്ടൊക്കെ ഉൾപ്പെടെ. ലാൽ ജോസ് മോശം മനുഷ്യനായതുകൊണ്ടല്ല, അത് ആ കാലം അങ്ങനെയായിരുന്നു. ഓക്കെ, എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ക്വാളിറ്റി ലിവിങ് ഉള്ള ഒരാളുടെ പേരാണ് ലാൽ ജോസ് എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളും അദ്ദേഹമൊക്കെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ആക്റ്റീവായിരുന്ന കാലത്തിനകത്ത് അത്തരം പരിഹാസങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കേൾവിക്കാരുണ്ടായിരുന്നു. ഇനി ചാന്തപൊട്ട് റീലോഡ് ചെയ്ത് വന്നാൽ തിയേറ്ററിൽ ആളുണ്ടാവുമോ? ഇല്ല. ചാന്തപൊട്ടെന്ന് പറയുന്നത് നല്ലതാണ്, ഞാനൊരു പേര് സ്പെസിഫിനായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ തിയേറ്ററിൽ ചെറുപ്പക്കാർ വന്ന് കത്തിച്ച് കളയും എന്ന് പറയുന്ന വിധത്തിലാണ്. അപ്പോൾ ആ രീതിയിൽ കാലം ഭേദപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇതിനകത്ത് വളരെ കോൺഷ്യസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ, എല്ലായ്പ്പോഴും ഒരു കംഫർട്ട് സോൺ ആണ് ഈ വൈബ് എന്ന് പറയുന്നത്, ഒരേ വൈബ് എന്നൊക്കെ പറയുന്നത്. അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റലിജൻസ് മക്കൾക്ക് ഉണ്ടാവും എന്നൊക്കെ തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഐക്യു കൂടുതലാണ്. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിക്ക് പറയുന്നത് വെച്ചാൽ ഈ ഇമോഷനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരിക്കലും അത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ കുറച്ചൊരു വ്യക്തമായിട്ട് പറഞ്ഞോളൂ, ഇരുന്നോട്ട് തന്നെ പറഞ്ഞോളൂ. ഇല്ല, കുഴപ്പമില്ല. ചെറിയ പ്രശ്നം വരുമ്പോൾ പോലും നമുക്കതിനെ ഓവർകം ചെയ്ത് വരാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ പണ്ടത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എന്ന് പറയുമ്പോൾ ഈ സൂയിസൈഡ് ആണെങ്കിലും ആൾക്കാർ ചെറിയ പ്രശ്നം വരെ അതിന് വേറെ മാനദണ്ഡങ്ങൾ കണ്ടെത്തല്ലേ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂടി അവർ പറയും ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് അത് പുറത്ത് കാണിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ഐക്യു കൂടുതലാണെങ്കിൽ കൂടി ഈ ഇക്യു കുറവല്ലേ? മോനെ ഇതിനകത്തെ ഈ നമ്മൾ ഇരുന്നോളെ, ഇതൊന്നും പുതിയ കഥയല്ല ഈ സൂയിസൈഡ് എന്നൊക്കെ പറയുന്നല്ലേ. ഇത് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് അതിനേക്കാൾ കൂടുതൽ സർവേഴ്സ് ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തുമാത്രം ഇപ്പം ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ ചെറിയൊരു മെമ്മറിയുടെ ചെറിയ പുസ്തകം വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ചെറിയ കാലത്തിൻ്റെ ഓർമ്മകൾ. അപ്പോൾ എൻ്റെ ചെറിയൊരു ഓർമ്മയ്ക്കകത്ത് പോലും നമ്മുടെ വശങ്ങൾ നടന്നിട്ടുള്ള ആത്മഹത്യകൾ ഞാൻ ഓർക്കുകയാണേ ഇങ്ങനെ. പക്ഷേ കാരണങ്ങളുടെ ഒക്കെ വ്യത്യാസം ഉണ്ടാവാം, അല്ലെങ്കിൽ മദ്യപാനം എന്ന് പറയുന്ന സംഭവം ഇതൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ എഡിഷൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മറ്റൊരു തലമുറയേക്കാൾ ഇമോഷണലി സ്ട്രെങ്ത് കുറവാണെന്ന് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. മറ്റൊരു തലമുറയ്ക്ക് ഇല്ലാത്തൊരു ബെനിഫിറ്റ് നിങ്ങളുടെ തലമുറയ്ക്ക് ഉണ്ട്. എന്താണത്? നിങ്ങൾക്ക് ഒരു റപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലേ. ഇപ്പം നിങ്ങൾ ഒരാൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഒരു 4 കൂട്ടുകാരെങ്കിലും എന്തായാലും കൂടെ നടക്കുന്നുണ്ടാകും. മറ്റേത് എന്തിനാണ് ആ മനുഷ്യൻ മരിച്ചു പോയെന്ന്, എന്തിനാണ് ആ സ്ത്രീ മരിച്ചു പോയെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഒരു സൂയിസൈഡ് നോട്ട് പോലും ഇല്ല. പെട്ടെന്നൊരു ദിവസം ഒരാളില്ലാതെ ആവുക. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പോൾ രാജലക്ഷ്മി എന്ന് പറയുന്ന എഴുത്തുകാരി, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് രമണൻ്റെ ഇടപ്പള്ളി അല്ലേ, ഇവരൊക്കെ എന്തുമാത്രം വായനയും പ്രകാശമൊക്കെ ഉള്ള മനുഷ്യരായിട്ട് അവരെന്തിനാണ് ഇതിലൊക്കെ അവസാനിച്ചത്? അപ്പോൾ അവർക്കൊക്കെ ഇല്ലാതെ പോയൊരു സൗഭാഗ്യം നിങ്ങൾക്കുണ്ട്. എന്താണത്? ഈ കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇവർക്കതൊന്നും അതില്ലായിരുന്നു. കവി ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് എന്ത് രമണൻ എഴുതിയ എന്ന് പറഞ്ഞാൽ പോലും തൻ്റെ കൂട്ടുകാരൻ ഈ വക്കി നിൽക്കുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന അടുപ്പം അവർ ആ കാലങ്ങളിൽ പുലർത്തിയിട്ടുണ്ടാവില്ല. മരിച്ചു കഴിയുമ്പോൾ കവിതയാകുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പം അത് ബ്രിഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊന്നും ഒരു കാലത്തിന് മാത്രമായിട്ട് ഞാൻ കണക്കാക്കത്തില്ല മോളെ ഇതിനകത്തെ. പക്ഷെ എല്ലാ കാലങ്ങളിലും നെക്സ്റ്റ് ജനറേഷൻ എപ്പോഴും ചീത്ത കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഇതിൻ്റെ ഒരു ബൈ ഡിഫോൾട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു സംഭവം അല്ലേ അടുത്തത്. പക്ഷെ ഞാൻ പള്ളിയിൽ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യം ഇതാണ്. യേശുവിൻ്റെ അപ്പോസ്തലന്മാർ 12 പേരാണ്ടേ, അവരുടെ പ്രായം എത്രയാണെന്നറിയാമോ?
ഒരു പ്രായം 15 തൊട്ട് 22 വയസ്സ് വരെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 21 വയസ്സ് വരെ എന്ന് പറയുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ അത്രയും ഞാനൊരു 10ാം ക്ലാസ് പഠിക്കുന്ന ആൾ തൊട്ട് PG പഠിക്കുന്ന ആൾ വരെയുള്ള ലെവലിലുള്ള ഏജിലുള്ള ആൾക്കാർ കൂടി ചേർന്ന് ഉണ്ടാക്കിയ സംഭവത്തിൻ്റെ പേരാണ് എന്ത് ഈ സുവിശേഷം എന്നൊക്കെ പറയുന്നത്. അസല് യങ്സ്റ്റേഴ്സാണ് ഈ പുതിയൊരു ജീവിതക്രമമോ ഒരു കുലീന മനുഷ്യഭാവനയൊക്കെ ആയിട്ട് സഞ്ചരിക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ അത്രയും പശ്ചാത്തലമുള്ള പള്ളിക്കകത്ത് പോലും കാലാകാലങ്ങളായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെയാണ്? ചെറുപ്പക്കാരെക്കുറിച്ച്. പള്ളി വരുന്നില്ലെന്നൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാകും, പക്ഷേ പുതിയ വേർഷൻസ് ഉണ്ടാകുന്നുണ്ട്. എഡിഷൻസ് മാറുന്നു മാത്രമേ ഉള്ളൂ, കണ്ടൻറ്റ് മാറുന്നില്ല. ഒരു ഒപ്റ്റിമിസ്റ്റിക് ഒരു മക്കൾ വായിക്കേണ്ട ഒരു പുസ്തകം വെച്ചാൽ ഹോപ്പ്ഫുൾ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകം വായിക്കണം കേട്ടോ. ഹോപ്പ്ഫുൾ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. ഹോമോസാപ്പിയൻസ് വായിച്ച് ഭയങ്കരമായിട്ട് വിറ്റുപോയൊരു പുസ്തകം ഹോമോസാപ്പിയൻസ് പറയുന്നത്. അതിനകത്തുള്ളൊരു ഭയങ്കരമായൊരു നെഗറ്റീവ് ഒരു ഷെയ്ഡിനെയൊക്കെ ഭയങ്കരമായിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു പുസ്തകമാണ് എന്ത്? ഹോപ്പ്ഫുൾ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. നെക്സ്റ്റ് നമുക്ക് അങ്ങനെയുള്ള ചില പുസ്തകങ്ങളൊക്കെ വായിക്കണ്ടേ.